അവരുടെ ആദർശത്തിൽപ്പെട്ടതാണ് നമ്മുടെ നേതാക്കന്മാരായ സഹാബികൾ. അവരിൽ 3 ആളുകൾ, അതല്ലെങ്കിൽ എണ്ണപ്പെട്ട ചില ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കാഫിറുകളാണ് എന്നാണ് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഖിറ കിതാബിൽ അൽ കാഫിയിൽ അതാ അവർ പറയുന്നു, അബൂ ജഅഫർ എന്നവരുടെ ഒരു ഇമാമിന്റെ റിവായത്തായി കൊണ്ട് പറയുകയാണ്, കാന നാസു അഹ്ല റിദ്ദത്തിൻ ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബികളിൽ 3 ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മുർത്തദ്ദുകളായിരിക്കുന്നു. ആരൊക്കെയാണ് അവർ എന്ന് ചോദിക്കപ്പെട്ടു. പേരുകൾ പറയുന്നു, അൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ്, വഅബൂ ദർറിൽ ഗിഫാരി, വസൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹും. ഈ 3 ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മുർത്തദ്ദുകളാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, പറയൂ, ഈമാനിന്റെ തരിമ്പ് ബാക്കിയുണ്ടെങ്കിൽ പറയൂ, എങ്ങനെ ഷിയഈ രാജ്യത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി പറയാൻ സാധിക്കും? ഇന്നലകളുടെ സോഷ്യൽ മീഡിയകളിൽ എന്തൊക്കെയാണ് നാം കാണുന്നത്? ഇറാന്റെ പരമോന്നത നേതാവിനെ പാട്ടുപാടി പുകഴ്ത്തുന്നു. ഏതാണ് ഈ പാട്ടുപാടി പുകഴ്ത്തുന്ന വ്യക്തി? ഇതാ ഇത് വിശ്വസിക്കുന്നവനാണ്. നമ്മുടെ നേതാക്കന്മാരായ സഹാബികളിൽ ഏതാനും ചിലർ ഒഴിച്ച് ബാക്കി എല്ലാവരും മുർത്തദ്ദുകളാണെന്ന് പറഞ്ഞ ഈ ഷിയാക്കൾ ഇസ്ലാമിന് വിജയം നേടിത്തരുമെന്നാണോ വിശ്വസിക്കുന്നത്?